നമസ്കാരം, ന്യൂസ് 10 ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ രസകരമായ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇന്ന് ന്യൂസ് 10 ചാനൽ കീഴുപറമ്പ് പഴംപറമ്പിൽ YP ജംഗ്ഷനിലെ ഒരു കിണറിലെ ഒരു ഷാഫിയുടെ വീട്ടിലെ ഒരു അത്ഭുത പ്രതിഭാസം എന്ന് പറയാം. ഇത് കണ്ട് നാട്ടുകാർ ഒന്നാകെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ന്യൂസ് 10 ചാനൽ ഈ സ്ഥലത്തെത്തി ഈ വിശദ വിവരങ്ങൾ തേടുന്നത്. നമ്മുടെ ഈ കാണുന്ന തൊട്ടു പിറകിലുള്ള ഈ കിണറിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, വറ്റി വരണ്ട് നിൽക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിരുന്ന ഈ വീട്ടുകാർക്ക് സുപ്രഭാതത്തിൽ രാവിലെ എണീറ്റപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന 2 ആൾ താഴ്ചയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ആ ഒരു ഇന്നുണ്ടായ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ പൊതുപ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവമായിട്ടുള്ള നിസാർ, എന്താണ് ഇന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത്? ഇന്നലെ വരെ കിണറിൽ വെള്ളമില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തന്നെ വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മളൊക്കെ ഈ വിവരം അറിയണത്. അപ്പം വെള്ളം തിളക്കുന്ന ഒരു വീഡിയോ, അത് ഇപ്പോൾ ഏകദേശം ഒരു ആളെ വെള്ളത്തിൻ്റെ മുകളിലായി ആ കിണറിൽ വെള്ളം ഇപ്പം നിലവിൽ. പിന്നെ ഇന്നലെ വരെ അതിൽ വെള്ളമില്ലായിരുന്നു, കിണറിൽ വെള്ളമില്ലായിരുന്നു. അപ്പോൾ ആരോ ജസ്റ്റ് പറഞ്ഞു അത് പൈപ്പ് പൊട്ടിയതായിരിക്കാം മറ്റേത്. പക്ഷെ അതൊന്നുമല്ല, അത് ഒരുപാട് ആഴത്തിലുള്ള കിണറാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6-7 കോല് വെള്ളം ഇപ്പോൾ അതിൽ നിലവിലുണ്ട്, തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥ. നമ്മൾ വീട്ടുകാരൻ ഷാഫിയോട് നമുക്കിതിൻ്റെ വിവരങ്ങൾ തേടാം. ഷാഫി, എന്താണ് സംഭവിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഇത് മനസ്സിലായത്? കിണറിൽ ഇങ്ങനെ വെള്ളം തിളച്ചു പോകുന്നത് നിങ്ങൾ നേരിൽ കണ്ടോ? ഇത് ഇന്നലെ വരെ വെള്ളം തീരെയില്ല. അത് രാവിലെയാണ് മോട്ടർ, വെള്ളത്തിൻ്റെ അടിയിൽ വെക്കുന്ന മോട്ടറാണ്. അപ്പോൾ അതിൽ രാവിലെ വെള്ളം പൊങ്ങും. അപ്പോൾ രാവിലെ മോട്ടർ അടിക്കലാണ് സാധാരണ ചെയ്യാറ്. അപ്പം അതപ്രകാരം രാവിലെ ഉമ്മ വന്നിട്ട് മോട്ടർ ഉണ്ടോ പൊന്തിട്ടുണ്ടോ വെള്ളത്തിലാണോ നോക്കാൻ വേണ്ടി വന്നപ്പോൾ അത് നിറച്ച് വെള്ളം. അപ്പോൾ ഉമ്മ അത്ഭുതപ്പെട്ടു പോയി. ഇത് വെള്ളം നെല്ല് നോക്കി ഒന്ന് മുക്കി നോക്കി, വെള്ളം മുക്കി നോക്കിയപ്പോൾ അത് വെള്ളം തന്നെയാണ്. അപ്പം ഉമ്മ എല്ലാവരോടും പറഞ്ഞ് അങ്ങനെയാണ്. പിന്നെ ആൾക്കാരൊക്കെ വന്ന് അപ്പോൾ ഏതാ നല്ല വെള്ളം നല്ല ഉറവ് നല്ല തിളച്ച് ഇങ്ങനെ, അഥവാ നമ്മളെ കലത്തിലുള്ള വെള്ളം തിളക്കണ മാതിരി ഇങ്ങനെ തിളച്ചിങ്ങനെ വരികയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ അറിഞ്ഞു. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു ചെറുങ്ങനെ നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും വെള്ളം ഫുള്ളായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇന്നത്തെ സ്ഥിതിയിൽ നിലവിലിപ്പോൾ എത്ര ആൾ താഴ്ചയിലുള്ള ഒരു വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും? അത് ഒരു 1.5 ആളെ വെള്ളം ഇപ്പം ഉണ്ടാവും. അത് ഒരു 2-2.5 മീറ്റർ 3 മീറ്ററിൻ്റെ അടുത്ത് ആൾക്കാർ വെള്ളപ്പയിലുണ്ടാവും. അത് എപ്പോഴാണ് ഈ ഒരു തിളച്ച് പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത്? അതൊരു 7:30-8 മണിൻ്റെ ഇടയിലാണ് തിളക്കണം കണ്ടത്. പിന്നെ അതിന് ശേഷം തിളക്കണമെന്ന് കണ്ടിട്ടില്ല. രാവിലെ ഒരു 7 മണിക്കൊക്കെ നല്ല തിളച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ വന്നപ്പം തിളക്കണം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കൈമാറുന്നതാണ്. ഓക്കെ, ഒരു വീട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഒരു ആശങ്കയിലാണോ? അതെ, ചെറിയൊരു എന്തോ ഒരു ആശങ്കയുണ്ട്. കാരണം നമ്മൾ റവന്യൂവിനൊക്കെ അറിയിച്ചിട്ടുണ്ട്. കാരണം എന്താണ് നമുക്കറിയില്ലല്ലോ, വെള്ളം ഉപയോഗിക്കാൻ പറ്റുമെന്നും അറിയില്ല. അതുകൊണ്ട് റവന്യൂകാർ അറിയിച്ചിട്ടുണ്ട്, അതിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതാണ് ഇപ്പോൾ. ഓക്കെ, വളരെ പ്രസക്തമായൊരു കാര്യം കൂടിയാണ് ഷാഫി സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ തിളച്ചു പൊങ്ങിയ വെള്ളം വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് ഷാഫി പറയുന്നത്. പിന്നെ അജയ്, പിന്നെ നിങ്ങളുടെ ഈ ഒരു ജീവിത കാലത്തിനിടയിൽ ഇങ്ങനത്തെ ഒരു പ്രതിഭാസങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ വെള്ളം തിളക്കുന്നത് നിങ്ങൾ കണ്ടോ? എന്താണ് ഫസ്റ്റിൽ തന്നെ വന്ന് കണ്ടെന്ന് ആര് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് വാവട്ടി ഈ വീട്ടിലെ ഉടമക്കാരൻ അങ്ങനെ വന്ന് ഞാൻ നോക്കി. അങ്ങനെ ഞാനെല്ലാവരോടും ഇവിടെ കുറേ ആൾക്കാരോട് പറഞ്ഞ്, പക്ഷേ ഇങ്ങനെ സംഭവം നമ്മൾ കണ്ടില്ല, പറഞ്ഞ് കേൾക്കുക എന്നുള്ളതല്ലാതെ. ഈ കയറ്റി വെള്ളം കയറിയ നല്ല വെള്ളം കയറി. ഇപ്പോൾ ലേശം ഒരു പടവ് വെള്ളം എറിഞ്ഞ് കാണുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഓളമൊന്നും കാണില്ല. രാവിലെ ഞങ്ങൾ വന്നപ്പോണ്ടായി അനവധി ആൾക്കാർ വന്ന് നോക്കി പോയത്. ഇതൊരു പ്രത്യേകം തന്നെയാണ്. പക്ഷേ ഇത് ഈ പൈപ്പിൽ അടിപൊളിയുള്ളതാണോ അല്ലെങ്കിൽ വല്ല ഭൂകമ്പത്തിൻ്റെ വല്ല സൂചനല്ലോ അറിയില്ല. അങ്ങനത്തെ ഒരു ഇതുള്ളൂ. എല്ലാം പ്രത്യേകിച്ചൊന്നും വെള്ളത്തിനൊന്നും നിറമാറ്റം ചോയൊന്നുമില്ല, നല്ല ക്ലിയറാണ്. ഇത് നല്ലതെന്ന് വെച്ചാൽ ഉപയോഗമൊക്കെ എല്ലാവർക്കും നല്ലത്. നിലയ്ക്ക് ഒരു ആശങ്ക നിലവിൽ നിങ്ങൾക്കുണ്ടോ? നമുക്കും കിണർ ഇതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പെട്ടെന്ന് നിങ്ങളെ കിണറിലെ അവസ്ഥ എന്താണ്? വെള്ളം ഒന്നും പ്രശ്നമില്ല, ആദ്യത്തെ അതേമാതിരിയാണ്. വെള്ളം വറ്റി ആണെങ്കിൽ കുറവ് വേനൽക്കാലമായപ്പോൾ അത് സാധാരണ എല്ലാ കൊല്ലം കുറച്ചില്ല എന്നുള്ളൂ, അല്ലാത്ത പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ 3-4 വീട്ടുകാർ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അതിലിപ്പോഴും ഉണ്ട്, ഏകദേശം അരക്ക് മീത വെള്ളം അതിലിപ്പോഴും ഉണ്ട്. അതിന് ഏത് വേനൽക്കാലം ഉണ്ടാവില്ല, അവിടെ ഇതൊന്നുമില്ല. ഇതിപ്പോൾ ഒരു പ്രത്യേക നമ്മളെ കണ്ണിന് മുമ്പിൽ ഇപ്പോൾ ചെറിയ വയസ്സിൻ്റെ ഇടയിൽ 10-20 വയസ്സ് കഴിഞ്ഞില്ലത്തെ ഫസ്റ്റാണിത്.
ഇന്നലെ വെള്ളം ഇല്ലേ, ഇന്നലെ നോക്കിയല്ലേ, അതല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ രാവിലെ വെള്ളം കാണാറ് ഒരു അത്ഭുതമല്ലേ, അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല. നാട്ടുകാർ അയൽവാസി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് ആശങ്കയാണ് പിന്നെ നിലവിലുള്ളത്? ഒന്നുമില്ല, വെള്ളം ഇവിടുന്ന് വന്നുള്ള ഉറവിടം അറിയാൻ പാടില്ല, ആശങ്ക നമുക്കൊന്നുമില്ല. ഒരു സാധ്യത പഠനം നടത്തണോ എന്നുള്ളതാണ്. അതുമാണ് ഏതാ നല്ലതല്ല. ഇനിയില്ല അടുത്ത് ഇനി ബാക്കിയുള്ള കിണറുകൾക്ക് ഇത് ബാധിക്കുകയാണെങ്കിലോ അന്നേക്കുള്ള ഇതുള്ളൂ. ചിലപ്പോൾ കുട്ടികളൊക്കെ ചാടി പോയാൽ കഴിഞ്ഞ് അങ്ങനത്തെ ആറാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, വളരെ വ്യക്തമാണ്. ഈ ഒരു കിണറിൽ വെള്ളം ഉയർന്നതോടുകൂടി ഒരു ആശങ്ക ഈ പരിസര പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ ഒരു പരിശോധനാ സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരൻ സലീം നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടായൊരു കാഴ്ച? എന്താണ്? പയമ്പറമ്പ്, അതാ വെള്ളത്തിന് അത്യാവശ്യം നല്ല ക്ഷാമമുള്ള ഏരിയയാണ്. പൈപ്പ് ലൈൻ കാര്യങ്ങൾ കീപറമ്പ് പയമ്പറമ്പ് വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ട്. ഒരുപാട് കിണറിൽ വെള്ളം വെറ്റി നിൽക്കുന്ന സാഹചര്യത്തിൽ ഡെയിലി രാവിലെ മോട്ടർ ഇട്ടെങ്കിൽ കിണറിൽ വന്ന് നോക്കും. ഈ പെരക്കാർ വന്ന് നോക്കി വെള്ളം ഉണ്ട് ഉറപ്പ് എത്തിയിട്ടാണ് മോട്ടർ ഇടുക, അതോ ടാങ്ക് ഫുള്ളാക്കാറില്ല. അപ്പോൾ ഇന്നിങ്ങനെ വെള്ളം പൊന്തിങ്ങനെ വരുന്ന കണ്ടപ്പം ആൾക്ക് സംശയം, എന്താ വെള്ളം തന്നെയല്ല ഉറപ്പ് വരുത്തി, കല്ലൊക്കെ ഇട്ട് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷമാണ് ഇത് വെള്ളം പൊന്തിനെ കാണുന്നത്. വെള്ളം ഇങ്ങനെ കുമിലായിട്ട് നല്ലോണം പൊന്തി വരികയാണ്. എന്താണ് പ്രതിഭാസം മനസ്സിലായപ്പോൾ ഏകദേശം ഒരാൾ മേലെ വെള്ളപ്പയിലുണ്ട്. മോട്ടർ ഇട്ട് വെള്ളത്തിന് കളർ മാറ്റമോ, അത് ഇപ്പോൾ ഒരു പൈപ്പ് ലൈൻ പൊട്ടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കലക്കുണ്ടാവും. ഇതിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എന്താ സംഗതി മനസ്സിലാകുന്നില്ല. അപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, പറഞ്ഞ പോലെ തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ അറിയാം ഈ വെള്ളം മോട്ടർ എടുക്കുന്ന സമയത്ത് ഈ ലെവലിൽ നിൽക്കുമോ ഇല്ല എന്നൊക്കെ നാളെ പിന്നെ പറയാൻ പറ്റുള്ളൂ. 1-2 പ്രാവശ്യം മോട്ടറൊക്കെ അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ മറ്റ് സമീപത്തുള്ള പ്രദേശത്തുള്ള ഒരു കിണറിലും ഇതേപോലെ വെള്ളം പൊന്തിയിട്ടൊന്നുമില്ല, ഇതിന് മാത്രമേ പൊന്തിയിട്ടുള്ളത്. നിലവിൽ വാട്ടർ അതോറിറ്റിൻ്റെയും ജലജീവൻ്റെയും വെള്ളത്തിന് ആശ്രയിക്കാം. നിലവിൽ ഇവിടെ വാട്ടർ അതോറിറ്റിനെയും അതുപോലെ ജലജീവനെ ആശ്രയിക്കുകയാണ്. ഇവിടെ കുടിവെള്ളക്ഷാമുള്ള ഒരു ഏരിയയാണ്. ഇവിടെ എല്ലാ വീടുകളിലും കിണർ വറ്റി വരേണ്ട സമയമാണ്. അപ്പോൾ ഈ സമയത്താണ് ഇത്ര വെള്ളം ഇവിടെ പൊന്തിയത്. ഓക്കെ, ഒരു സർക്കാർ സംവിധാനങ്ങളെ വിവരമറിയിച്ച് ഒരു പരിശോധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ കുടുംബവും നാട്ടുകാരും. ക്യാമറാമാൻ അജീഷിനൊപ്പം ഉമറലി ശിഹാബ്, വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.